ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അതിലേറെ വലിയ കാര്യമാണ്. പ്രവാസം എന്ന് പറയുന്നത് എന്നൊരു പ്രയാസം തന്നെയാണ്. പഴയ കാലത്ത് ആ പ്രവാസിയുടെ നൊമ്പരവും വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മുനവറലി തങ്ങളതാണ് ഇവിടെ പറഞ്ഞത്, സത്യമാണ് തങ്ങളാ പറഞ്ഞത്. പക്ഷെ എന്നാലും പ്രവാസം ഒരു വേദന തന്നെയാണ്. ഈ പ്രവാസി എന്നുള്ള വാക്ക് പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 10-20 കൊല്ലം മുമ്പൊന്നും ഏതായാലും പ്രവാസി എന്നുള്ള വാക്കിൽ, എൻ്റെ പിതാവ് 25 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അന്ന് ഗൾഫ് മലയാളി, വിദേശ മലയാളി എന്നൊക്കെ പറയാം. പ്രവാസി എന്ന വാക്ക് പുതിയതാണ്. അതൊരു പക്ഷേ പ്രയാസി എന്നതിൽ നിന്നുണ്ടായതായിരിക്കും. ബാപ്പ ഗൾഫിൽ നിൽക്കുന്ന ആ കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, അന്ന് ആ പ്രവാസത്തിൻ്റെ വിരഹം, വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായാലും അങ്ങോട്ട് കത്തയക്കും. ഒരു മാസം ആ കത്ത് കിട്ടാൻ. നിങ്ങൾക്കൊരു 5 വയസ്സായ എന്നെ എല്ലാ ദിവസവും 1.5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഉമ്മ പറഞ്ഞേക്കും. റോഡിൻ്റെ സൈഡിലൂടെ പോകണമെന്ന് പറയും. ഞാൻ അങ്ങനെ നടന്നു പോകുന്ന കൺവട്ടത്ത് മറയുന്നത് വരെ ഉമ്മ നോക്കി നിൽക്കും. അപ്പം ഞാൻ മടങ്ങി വരുമ്പോഴുണ്ടാവും ഉമ്മ ആ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്, എന്താണ് കത്തുണ്ടോയെന്ന് അറിയാൻ. എൻ്റെ കയ്യിലൊരു കവറുണ്ടെങ്കിൽ ഉമ്മാക്കന്ന് സന്തോഷമാണ്. അത് നോക്കി വായിച്ചിട്ട് വിവരങ്ങൾ അറിഞ്ഞിട്ട് അങ്ങോട്ട് അയക്കണം. ഉപ്പാൻ്റെ ഫോൺ വരിക ഫറോക്ക് കോയാസ് ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് ചെറുവണ്ണൂരിലെ അമ്മായിൻ്റെ വീട്ടിൽക്കാണ്. മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ പോകും. എവിടുന്ന്? മലപ്പുറം പട്ടർകടവെന്ന് 60 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഞാനും ഉമ്മയും കൂടി പോകും. അന്നുള്ള ഒരു മേരേലാൽ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അതിന് പോയി അന്ന് അമ്മായിൻ്റെ വീട്ടിൽ നിൽക്കണം. എപ്പോഴാണ് വരികയെന്നറിയില്ല. പലപ്പോഴും ഫോൺ വരാതെ അല്ലെങ്കിൽ കിട്ടുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ സങ്കടത്തോടു കൂടി മടങ്ങി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ മുസ്ലിം ലീഗിന്റെ അനുഭാവികളായി പ്രവാസ ലോകത്ത് ചെന്നവർ ശ്രമിച്ചിരുന്നു. അന്ന് കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്നതിന് പേരില്ല, ചന്ദ്രിക റീഡേഴ്സ് ഫോർ എന്ന ചന്ദ്രിക തപ്പാലിൽ വരുത്തിയിട്ട് വായിക്കുക. ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ചന്ദ്രിക അവിടെ കിട്ടുക. ഇന്നിപ്പോ APJ അബ്ദുൽ കലാം അന്തരിച്ചു എന്നുള്ള വാർത്ത അന്ന് ജിദ്ദയിലെ ഷർഫിയയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ബാപ്പ അറിയാം. അടുത്ത മാസം ഓഗസ്റ്റ് 26-27 ആകുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ എന്നാലും ആ പത്രം വാങ്ങി വായിക്കും. ആ വായിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. ഇടയ്ക്ക് അവരുടെ ചിത്രം വരും പത്രത്തിൽ. അന്നാണ് നമ്മൾ ആ ചന്ദ്രിക എടുത്ത് സൂക്ഷിച്ചു വെക്കുക. പത്രം അന്ന് മൾട്ടി കളറൊന്നും ഇല്ലല്ലോ, ലെറ്റർ പ്രസ്സിലാണ് അടിക്കുക. സീതി ഹാജി പറഞ്ഞ പോലെ PK സീതി ഹാജി അല്ല, P സീതി ഹാജി. ഞാൻ സീതി ഹാജി എന്നുള്ള പേര് 2 കേട്ടിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഏറനാടൻ പൗരുഷത്തിൻ്റെ പ്രതീകമായ കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്നൊരു പദവിയുണ്ട് എന്ന് മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്ത. അതിനുമുമ്പ് ആ പദവി ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അല്ലേ? ആ പദവിയിൽ കുപ്രസിദ്ധനായ ഒരു ചീഫ് വിപ്പ് ഇപ്പോൾ സ്ഥാനം ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ടല്ലേ. ആ പദവിയിൽ സുപ്രസിദ്ധനായ ചീഫ് വിപ്പിന് ആദ്യമായി ക്യാബിനറ്റ് പദവി ഇന്ത്യ രാജ്യത്ത് വരുന്നത് സീതി ഹാജി ആവുമ്പോഴാണ്. അതുവരെ ഗവൺമെൻറ് ചീഫ് വിപ്പിന് ക്യാബിനറ്റ് പദവിയില്ല. ആ P സീതി ഹാജി ഉണ്ട്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് PK സീതി ഹാജി എന്നാണ്. രണ്ടാളും തങ്ങളുടെ സാമ്രാജ്യങ്ങളിൽ അല്ലേ അജയ്യരായി, ജനാംഗീകാരമുള്ളവരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേങ്ങാട് ഒരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഗവൺമെൻറ് ചീഫ് വിപ്പ് അല്ല, ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ ആവാൻ PK സീതി ഹാജിക്ക് കഴിയും എന്ന് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൻ്റെ അത്തരത്തിലുള്ളൊരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ സീതി ഹാജി അന്നൊരിക്കൽ പറഞ്ഞു, ചന്ദ്രികയിൽ പല ചിത്രം അടിച്ചു വരും. കാരാടൻ മുഹമ്മദ് ഹാജി ആടിനെ കൊടുക്കുന്ന ചിത്രം ഉണ്ടാവും. ആടേതാ കാരാടൻ ഏതാന്ന് തിരിച്ചറിയില്ല എന്നതുപോലെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ചിത്രം, അതിൻ്റെ അടിയിൽ ഷെരീഫ് മണ്ണിശ്ശേരി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഉമ്മ പറയും, ഇത് ഇപ്പം എൻ്റെ ഫോട്ടോ കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചു. കാരണം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഉപ്പ വരിക. ഉപ്പയുടെ ഒരു ചിത്രം നമ്മൾ കാണുന്ന അപ്പോഴാണ്. ഇപ്പം അങ്ങനെയല്ലല്ലേ. ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പ്. നമ്മുടെ ഈ കൈവെള്ളയിൽ ടെക്നോളജി എത്രയധികം വികസിച്ചു. ഈ കൈവെള്ളയിൽ ലോകത്തെ നമ്മൾ ഒതുക്കി. ലോകം നമ്മുടെ ഈ കൈവെള്ളയിൽ ചുരുങ്ങി വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ അധുനാധുനമായ ടെക്നോളജിയെ അത് തൻ്റെ സഹജീവിയോടുള്ള കാരുണ്യത്തിന് വേണ്ടി, സഹപ്രവർത്തകരോടുള്ള ഐക്യത്തിന് വേണ്ടി, ഒരു നാടിൻ്റെ കൂട്ടായ്മക്ക് വേണ്ടി പോസിറ്റീവായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ദീന്? മതം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദീനു നസീഹ, ദീന് ഗുണകാംക്ഷയാണ്. ഈ അയിമ്മത്തുൽ ഇസ്ലാമിലെ ആമത്തി പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടോ? മതം എന്ന് പറഞ്ഞിട്ടില്ല, മതത്തിനെ കളവാക്കണോ? നിരീശ്വരവാദി എന്നൊക്കെ പറയില്ലേ, അവനെ നീ കണ്ടുവോ? ആരോടാ ചോദിക്കുന്നത്?
പ്രവാചകനോട് അള്ളാഹു ചോദിക്കാണ്, ദൈവം തന്റെ ദൂതനോട് ചോദിക്കാണ്, ദീനിനെ കണ്ടോ, ഇത് ശരിക്ക് കണ്ടക്കണോ നിരീശ്വരവാദിയെ? മതം എന്ന് പറഞ്ഞ ഒന്നില്ല എന്ന് പറഞ്ഞവനെ. എന്നിട്ട് ആ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ പ്രവാചകന്. ആരാണ്? അവർ ഒരു സംഘമാണ്, യദുൽ യതീം, അനാഥൻ അവർ അവഗണിക്കും. ഫലാ യഉല്ലു അലാ തഅമിൽ മിസ്കീൻ, അഗതിക്ക് ശരണാർത്ഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രേരിപ്പിക്കൂല. അവനാണ് മതമില്ല എന്ന് പറഞ്ഞവൻ. നിർമ്മതവാദി ആരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, വയം നോനൽ മാവൻ, ചെറിയ ചെറിയ സഹായങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യാത്തവൻ. നേരത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞല്ലോ, എന്തിനാ എന്നോട് ചോദിക്കണത്, നിങ്ങൾ നടത്തിക്കോളീൻ. അത് ചെയ്യാത്തവൻ ദീനിനെ കളവാക്കിയവനാണ്, നിരീശ്വരവാദിയാണെന്നാ, മതത്തിനെ കളവാക്കിയവനാണ്. അതുകൊണ്ടാണ് സീതി ഹാജി സാഹിബിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. സീതി ഹാജി സാഹിബിന്റെ ആ ഖുർആനികമായ അധ്യാപനം സീതി ഹാജി സാഹിബിന്റെ ജീവിതത്തെ സ്വാധീനിച്ചു. പരസ്പരം സഹായം ചെയ്യാത്തവൻ, ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാത്തവർ, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, കൊടുക്കാത്തവനല്ല, ആരെങ്കിലും കൊടുക്കുമ്പോൾ നന്നായി എന്ന് പറയാത്തവൻ, അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാത്തവൻ, അവനാണ് നിർമ്മതവാദി, അവനാണ് മതത്തെ നിഷേധിച്ചവൻ എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണമെന്നാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹം. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ കൂടെ സ്വർഗത്തിൽ ആരാണ്ടക, അനബ ഹാഫിലുൽ ഹത്തീമി ഹാക്കഥ, രണ്ടുപേരല്ലേ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും. എത്ര ഇത് വിട്ടുപോലെ അതിനൊരു അല്ലേ. ഹാഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? എത്തിങ്ങാനൊക്കെ 10 ഉറുപ്പിക കൊടുക്കല്ല, ഗൾഫ് പോയാൽക്കാർ. അതിപ്പോൾ വിദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പരിപാടിയാണോ? ഇല്ല, എൻ്റെ ഹഫീൽ എന്ന് പറയും. ഹഫീൽ പറഞ്ഞാൽ എന്താ? സംരക്ഷകനാണ്. യത്തീമിനെ സംരക്ഷിക്കുന്നവൻ ഹഫീലാണ്. അല്ലാതെ യത്തീം കുട്ടിക്ക് 10 ഉറുപ്പിക കൊടുക്കണവനോ യത്തീങ്ങാനൊക്കെ സംഭാവന കൊടുക്കണവനോ മാത്രം. അതുകൊണ്ട് നമ്മൾ ദൗത്യം തീർന്നല്ല. അപ്പോൾ ഒരു അനാഥനെ, അത് ഏത് രീതിയിലുള്ള അനാഥത്വമാകാം, അനാഥനെ സംരക്ഷിക്കാൻ, ശരണാർത്ഥിയോട് കാരുണ്യം കാണിക്കാൻ, അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാൻ ഇതിനൊന്നും തയ്യാറാകാത്തവൻ അവൻ മതനിഷേധിയാണ്, ദൈവനിഷേധിയാണ് എന്ന് ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ അത്തരത്തിൽ ശരണാർത്ഥികളോട് കാരുണ്യം കാണിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, പതിതരെ സഹായിക്കുന്ന, അതോടൊപ്പം ഈ നാടിന്റെ നാളെ ഇവിടെ വിരിയാനിരിക്കുന്ന വസന്തത്തിന്റെ പരാഗങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ. കൊത്താരി തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിന്റെ ഭാവി വിദ്യാലയങ്ങളുടെ ക്ലാസ് റൂമുകളിൽ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ നാടിന്റെ ഭാവി ഇവിടെ വിരിയാനിരിക്കുന്ന ആ വൈജ്ഞാനിക വസന്തത്തിന്റെ പരാഗങ്ങളായ കുട്ടികൾ. മാഷത് മനോഹരമായി പറഞ്ഞു. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകന് തൻ്റെ കുട്ടികളോടുണ്ടാകുന്ന സ്നേഹം, ഒരു പക്ഷേ ഈ ചടങ്ങ് നടന്നപ്പോൾ ഇവിടെ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടാകുക പ്രിയപ്പെട്ട മാഷയുടെ മനസ്സായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്താ? അധ്യാപക ജോലി എന്ന് പറയുന്നത് സാമ്പത്തികമായി നമ്മൾ തൂക്കി നോക്കുമ്പോൾ വലിയ കഷ്ടനഷ്ടങ്ങളുള്ള ജോലിയാണ്, അത്ര വലിയ സുഖമുള്ള ജോലിയൊന്നുമല്ല. നമ്മൾ പറയും മാഷന്മാർ എന്തിനും തർക്കിക്കുന്നു, ഓട്ടോറിക്ഷക്കാരെ തർക്കിക്കും, മെഡിക്കൽ ഷോപ്പ് പോയാൽ തർക്കിക്കും. എന്തുകൊണ്ടറിയോ? മാഷ ജോലി ഉഷാറാണ്, മാഷ് ഉഷാറാന്നൊക്കെ പറയുന്നല്ല, മാഷ് 10 ഉറുപ്പിക വെച്ചോളി എന്ന് പറഞ്ഞാൽ ആരെയും കൊടുക്കുമല്ല. മാഷ് സ്കൂളിൽ എന്തെങ്കിലും ഒരു പണിയിൽ ഒരു 5 മിനിറ്റ് വൈകിയേ, 5 മിനിറ്റ് നേരത്തെ പോയി ചെയ്താൽ പീടിയ കൊലയും വരുന്ന മാഷ് പോകണുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാഷ നേരെ തരും. അതേ നമ്മൾ തന്നെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഈ മാഷ് കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ വില്ലേജ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനാ? വരുമാന സർട്ടിഫിക്കറ്റ് തരാനാ. അത് അയാളുടെ പണിയാണ്, വില്ലേജ് ഓഫീസറുടെ ജോലിയാണ്. തഹസിൽദാരുടെ ജോലിയാണ്, സപ്ലൈ ഓഫീസറിന്റെ ജോലിയാണ് നമ്മളെ കാർഡ് ശരിയാക്കി തരാം. പക്ഷേ അത് ശരിയാക്കി തന്നാൽ 500 ഉറുപ്പിക നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ചു കൊടുക്കും, ചായ വേണോ എന്ന് ചോദിക്കും, തോളിൽ പിടിക്കും, അല്ലേ, മൂപ്പരെ കാണുമ്പോൾ ബഹുമാനിക്കും ഒക്കെ ചെയ്യും. ആ വില്ലേജ് ഓഫീസർ അവിടെ ഇരുത്താൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് പഠിപ്പിച്ച മാഷക്ക് ഈ കിട്ടുന്നതിനുള്ളൂ, അല്ലേ. പണ്ടൊരു കല്യാണം പറഞ്ഞില്ലേ, ഉമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, 50 പവനും 50,000 ഉറുപ്പിക പറഞ്ഞതല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലായിരുന്നു. പെണ്ണ് വന്ന് കയറി കാപ്പായനും ഇല്ല, ആരും ഉറപ്പില്ല. ഭയങ്കര പ്രശ്നം വീട്ടില്. പങ്കെട്ടുകാരനെ വിളിച്ചപ്പോൾ ദല്ലാലിനെ വിളിച്ചാൽ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല, മാഷക്ക് ആ കിട്ടിയതല്ല വേറൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തപ്പി നോക്കി മാഷ പോക്കറ്റില് 3-ാം തീയതി ആവാൻ വേണ്ടി കാത്തുക്കാണ്. ഇനി അടുത്ത ഓഗസ്റ്റ് 3 ശമ്പളം കിട്ടിയാൽ സെപ്റ്റംബർ 3 ആകാതെ മാഷ് മരിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടും 1 ഉറുപ്പിക കിട്ടൂല. അപ്പൊ അധ്യാപകന്റെ ജോലി എന്ന് പറഞ്ഞ ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ്. ആ അധ്യാപകർ പകർന്നു നൽകുന്ന
അറിവ്. അധ്യാപകന്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ കുട്ടികൾ മിടുക്കരായി കാണുമ്പോൾ, കുട്ടികൾക്കൊരു പക്ഷേ അത് തിരിച്ചില്ലെങ്കിലും മാഷന്മാർക്ക് അതുണ്ടാവും. താൻ പഠിപ്പിച്ച ഒരു കുട്ടി ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ, ഓഫീസറായാൽ മാഷ് പറയും, ഓ എൻ്റെ കുട്ടിയാണ്, അവനൊരു പക്ഷേ സമ്മതിച്ചോളന്നില്ല. അത് മനസ്സിലാവൂല, നമുക്ക് മനസ്സിലാവൂല അല്ലേ? വാപ്പ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട് നമുക്ക് എന്നാ മനസ്സിലായത്? നമുക്ക് കുട്ടി ഉണ്ടായപ്പോഴല്ലേ? നമുക്കൊരു മകനുണ്ടായപ്പോഴാണ്. അജാതശത്രുവിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? ബിംബിസാരന്റെ മകനായിരുന്നു അജാതശത്രു. അജാതശത്രു അധികാരം കിട്ടാൻ വേണ്ടി ബിംബിസാരൻ എന്ത് ചെയ്തു? ജയിലിലടച്ചു. ആരെയും കാണാൻ അനുവദിക്കൂല. ആഴ്ചയിൽ ഒരിക്കൽ ഒരു മഗ് വെള്ളം കൊടുക്കും. അതിങ്ങനെ പതുക്കെ പതുക്കെ സിപ്പ് ചെയ്തിട്ടാണ് ബിംബിസാരൻ ജീവിച്ചത്. ഭക്ഷണമൊന്നും കൊടുക്കൂല. അമ്മക്ക് അച്ഛനെ കാണാനൊരു അവസരം കൊടുത്തു. അപ്പോൾ മകനെ കാണാതെ അമ്മ എന്ത് ചെയ്യും? അച്ഛനെ കാണാൻ പോകുമ്പോൾ കാലിലും കയ്യിലും ഒക്കെ നല്ലോണം തേന് പുരട്ടും, കട്ടിത്തേന്. എന്നിട്ട് ആ ജയിലിൽ പോയി ആഴ്ചയിൽ ഒരിക്കൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോൾ, പിന്നീട് ദിവസവും പോകാനുള്ള അനുവാദം കൊടുത്തു. അമ്മ പോയി കണ്ടോട്ടെ എന്നാണ്. അപ്പോൾ ദിവസവും ഇങ്ങനെ തേന് പുരട്ടിയിട്ട് പോകും. ബിംബിസാരൻ എന്ത് ചെയ്യും? മഹാരാജാവായി രാജ്യം ഭരിച്ചാണ്. ആ തേൻ പതുക്കെ നുകർന്നെടുത്തിട്ട് കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ആ തേന് നക്കിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കും. കുറെ കഴിഞ്ഞപ്പോൾ ചാരന്മാർ വിവരം കൊടുത്തു, ഇങ്ങനെ അമ്മ പോകുമ്പോൾ കട്ടിത്തേൻ ശരീരത്തിൽ പുരട്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ അത് ഭുജിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒരു പക്ഷേ ആ തേനിൽ നിന്ന് ഊർജം സംഭരിച്ച് അച്ഛൻ തിരിച്ചു വന്നാലോ? അങ്ങനെ അമ്മയുടെ സന്ദർശനം അവസാനം, ഞാൻ കഥയല്ലേ, ചരിത്രമാണ്, നീട്ടി പറയല്ല. അവസാനം തടവിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് തോന്നി. അപ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയി. തോന്നിയത് എപ്പോഴെന്ന് വെച്ചാൽ, അജാതശത്രുവിനൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ തോഴിമാർ എടുത്ത് മടിയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അതിനെങ്ങനെ താലോലിക്കണം. അതിൻ്റെ ഓമനമുഖം, ചുവപ്പുള്ള കാൽപാദങ്ങൾ, കന്നിപൂത്ത തൈച്ചമ്പകപ്പൂവിൻ്റെ നിറമുള്ള കൈയൊക്കെ കണ്ട് അതിങ്ങനെ ചുംബിക്കുമ്പോൾ അത് മൂത്രമൊഴിച്ചപ്പോൾ മഹാരാജാവിൻ്റെ മടിയിൽ മൂത്രമൊഴിച്ചോ എന്ന് വിചാരിച്ച എല്ലാവരും അല്ലേ ബേജാറായി. പക്ഷേ രാജാവിന് സന്തോഷം, എൻ്റെ കുഞ്ഞല്ലേ. ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അമ്മ മഹാറാണി പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ അച്ഛന് നിന്നെ ഇതിനേക്കാൾ ഇഷ്ടമായിരുന്നു. നീ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ തോളത്തിട്ട് നിന്റെ അച്ഛൻ നിന്നെ താരാട്ടുപാട്ട് പാടുമായിരുന്നു. 1000 പരിചാരകന്മാർ ആൺമൂളി നിൽക്കാനുണ്ടായിട്ടും നീ പിച്ച വെച്ച് നടക്കുന്നത് വരെ നിന്നെ എടുക്കാൻ ഒരു പരിചാരകനെ നിന്റെ അച്ഛൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ബിംബിസാരനെ വിടാൻ അജാതശത്രു ഉത്തരവിടുന്നത്. പക്ഷേ ആ ഉത്തരവ് കാത്തു നിൽക്കാതെ അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, പിതാവ് നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാകില്ലേ? ഒരിക്കലും അതൊരു മകന് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. നമുക്ക് മക്കളുണ്ടായാൽ പോലും കഴിയില്ല. ഒരു മകൻ മരിച്ച ബാപ്പയുടെ സങ്കടവും ബാപ്പ മരിച്ച മകന്റെ സങ്കടവും മാറ്റുണ്ടാവും. ബാപ്പ മരിച്ച മക്കൾക്ക് ഉപ്പ മരിച്ചു എന്നുള്ള വേദന ഉണ്ടാവും. കുറച്ചു ദിവസമൊക്കെ അതിൻ്റെ ദണ്ഡവും പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷേ മകൻ മരിച്ച പിതാവിന് എന്നും അവൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടത്, പ്രസവ വാർഡിലേക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടുപോയ ദിവസം മുതൽ, അവൻ കുഞ്ഞാകുമ്പോൾ അവനെ മലർത്തിപ്പിടിച്ചത്, അവൻ കമിഴ്ന്നടിച്ച് അവൻ മുട്ടുകുത്തിയത്, അവൻ ആദ്യമായിട്ട് ഉപ്പാന്ന് വിളിച്ചത്, പൂത്തുമ്പിയെപ്പോലെ പൂമ്പാറ്റയെപ്പോലെ ചെറുവിരൽ തൂങ്ങി അവൻ പള്ളിയിലേക്ക് കൂടെ പോകുന്നത്, അവനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയത്, അവൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ചത്, അവളുടെ കാത് കുത്തിയത്, അവൾക്ക് തട്ടം വാങ്ങിക്കൊടുത്തത്, അവൾക്ക് മൈലാഞ്ചി വാങ്ങിക്കൊടുത്തത്. മക്കൾ മരിച്ച ബാപ്പ തൻ്റെ അവസാനത്തെ ശ്വാസം വരെ തൻ്റെ കുഞ്ഞിൻ്റെ ഓരോന്നും, അത് മരിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഇവിടെയുള്ള ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പായുടെ മുഖത്ത് നോക്കി ഛേ എന്നൊരക്ഷരം പറയരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു. അറബിയിൽ അതിനുപയോഗിച്ച് ഉഫിന്ന എന്ന് പറയരുത് ബാപ്പാനോട്. അങ്ങനെ പറഞ്ഞാൽ ബാപ്പ നമ്മളെ ചീത്ത അറിഞ്ഞാൽ ആ ചീത്ത പറയുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ചൂടിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും. പക്ഷെ നമ്മൾ പിതാവിൻ്റെ, അച്ഛൻ്റെ, ബാപ്പയുടെ മുഖത്ത് നോക്കി ഛേ എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ഉപ്പാൻ്റെ മനസ്സൊന്നും പോകൂല കേട്ടോ. എങ്ങനെ പോകൂല? നമ്മളോടുള്ള വിരോധം ഭാഗമായിട്ടില്ല, സങ്കടം പോകൂല. നമ്മൾ ഛേ എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ മനസ്സിലുണ്ടാകുന്ന ഓർമ്മ എന്താ അറിയോ? നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ അല്ലേ, ഇപ്പച്ചിയെ എന്ന് കൊഞ്ചി കൊഞ്ചി വിളിച്ചപ്പോൾ ഇപ്പച്ചി എടുത്തുകൊണ്ട് നടന്ന് ഞാൻ എങ്ങനെ വളർത്തിയത് എൻ്റെ കുട്ടിനെ. എത്ര പ്രശ്നം ബാപ്പ പറയുന്ന എന്ത് ഇതുണ്ടെങ്കിലും ഒരിക്കലും ബാപ്പാരോട്, പലരും ഉമ്മാരോട് ചീത്തല്ല, ബാപ്പാനോട് പറയും. മാതാവിൻ്റെ കാലടിന് കീഴിലാണ് സ്വർഗം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതിലൊരു തർക്കമില്ല.
നിനക്ക് ആരോടാണ് കടപ്പാടെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട് 3 തവണ പറയണം, 4-മതാണ് ബാപ്പയോടെന്ന് പറഞ്ഞത്. പക്ഷേ ആധുനികമായ കാലഘട്ടത്തിൽ അത് പറഞ്ഞ് ഉമ്മാനോട് മാത്രം കടപ്പാട് മതി, അച്ഛനോടും ബാപ്പാനോടും വേണ്ട എന്നുള്ളിടത്തെത്തിയുണ്ട്. നമ്മളെ വളർത്താൻ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന നമ്മുടെ ബാപ്പയാണ്. ഞാൻ ഉമ്മാനോട് എപ്പോഴും പറയും, ഞാനായിട്ട് എപ്പോഴും പറഞ്ഞ് തീർക്കും. ഉമ്മാനോട് എപ്പോഴും പറയാം, അയൽപക്കത്തെ താത്താനെ പോയിട്ട് എനിക്ക് നിങ്ങളും എൻ്റെ ഉമ്മയാണെന്ന് പറയാം. എൻ്റെ അയൽപക്കത്ത് ഒരു മമ്മാത്താത്താണ്, മമ്മാത്താത്ത ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മാത്താത്ത നിങ്ങളിൻ്റെ ഉമ്മയാണ് എന്ന് പറയാം. അയൽപക്കത്തെ കാക്കാനോട് പോയിട്ട് നിങ്ങളിൻ്റെ ബാപ്പയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ വകുപ്പ് മാറും. ബാപ്പ ഒന്നേ ഉണ്ടാവുള്ളൂ, സൺ ഓഫ് അല്ലേ? ഉമ്മ നമുക്ക് ഏത് സ്ത്രീയായി നമുക്ക് ഉമ്മ എന്ന് വിളിക്കാം. നിങ്ങളും എൻ്റെ ഉമ്മയാണെന്ന് പറയാം, നിങ്ങളും എൻ്റെ ബാപ്പയാണെന്ന് പറയാൻ പറ്റില്ല. ബാപ്പ ഒന്നേ ഉണ്ടാവുള്ളൂ. പിതാവ് നമ്മുടെ ഐഡന്റിറ്റിയാണ്. രാവിലെ പെരീന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്, എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സ്ത്രീകൾ അറിയണോ? അതൊക്കെ ആ കുടുംബം പോറ്റാൻ, ആ വീടുണ്ടാക്കാൻ, ആ വീടിൻ്റെ ഓരോ മെയിൻ്റനൻസും നോക്കാൻ, കുട്ടിക്ക് വസ്ത്രം വാങ്ങാൻ, ചെരുപ്പ് വാങ്ങാൻ, ഉടുപ്പ് വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ, വിയർപ്പിൻ്റെ ഉപ്പ് കൊണ്ട് അധ്വാനിച്ചിട്ട് എത്രയധികം ടെൻഷൻ, മാനസിക പിരിമുറുക്കം. ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ആണുങ്ങൾക്കാണ്, സ്ത്രീകൾക്ക് ഉണ്ടാകുമോ? കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ മാനസികമായ പിരിമുറുക്കം പുരുഷന്മാർക്കാണ് അധികം, സ്ത്രീകൾക്ക് കുറവാണ്. ആ പിരിമുറുക്കമൊക്കെ അനുഭവിക്കുന്ന ആർക്ക് വേണ്ടിയാ? തനിക്ക് വേണ്ടിയാണോ? അല്ല, തൻ്റെ അരുമയായ മക്കൾക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഇവിടെ എല്ലാവരുമുള്ള ഒരു കുടുംബ സംഗമമായതുകൊണ്ട് പറയാണ്, പാപ്പാരോട്, ഉമ്മാരോട് നമ്മളൊരിക്കലും അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഉമ്മയും ബാപ്പയും ചീത്ത പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാകുക. അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. നമുക്കൊരിക്കലും ആ വേദന തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കല. വളരെ നല്ല ഒരു കൂട്ടായ്മ, ഹൃദ്യമായൊരു കൂട്ടായ്മ. സാധാരണക്കാരായ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, അവരെ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ നിലക്കും നിങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തി. ഇത് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക്, വാട്സപ്പ് കൂട്ടായ്മകൾക്ക് ഒരു മാതൃകയാണ്. ഈ മാതൃക പിന്തുടരാൻ എല്ലാവരും തയ്യാറാവും എന്ന പ്രത്യാശയോടുകൂടി, തയ്യാറാവണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ ചടങ്ങിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി വേദിയിൽ ആശംസാ പ്രസംഗം തുടരുന്നു. അടുത്തായി വേദിക്ക് ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് വേണ്ടി വാപ്പുട്ടി ഹാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. GCC KMC പേങ്ങാട് ശാഖ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ആചാര്യ നമ്മൾ ആദരിച്ചു. അദ്ദേഹത്തിന് നിങ്ങളോട് 4 വാക്ക് പറയാനുണ്ട്. അത് കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ. വേറെ എല്ലാ ചടങ്ങുകളും ഏകദേശം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആചാര്യരുടെ മറുപടി പ്രസംഗം നിങ്ങൾ കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. GCC പേങ്ങാട് KMC പേങ്ങാട് ശാഖാ കമ്മിറ്റിയുടെ ഒരു പ്രധാന ചടങ്ങായ PK സീതിയാജിയുടെ ആദരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നിർവഹിച്ചു. 60 വർഷക്കാലത്തോളം ഈ പേങ്ങാട് പ്രദേശത്തിന് വേണ്ടി അഹോരാത്രം മത സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച സീതിയാജിയെ പറ്റി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. പലരും സമയം കിട്ടാതെ പോയി. അതുകൊണ്ട് അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ആർക്കും കൂടുതലൊന്നും സംസാരിക്കാൻ ഇവിടെ സമയവുമില്ല. ബഹുമാനപ്പെട്ട ആജിയാർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഏതായാലും ഈ മഹല്ല് 2.5 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെപ്പറ്റി ഈ മഹല്ലിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ഈ മഹല്ലിന് ചെയ്ത കാര്യങ്ങൾ കുറേ പറയാൻ എനിക്കുണ്ടായിരുന്നു. അതിന് ഇവിടെ അവസരം, ഈ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി ഒരു 2 ആശംസ കൂടി വേദിയിൽ, അതിനുശേഷം ആചാര്യ അവർക്കുടെ മറുപടി പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തായി അസൻ മാസ്റ്റർ അവർകളെ ആദരപൂർവ്വം ഈ സദസ്സിന് ആശംസ അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനികളെ, പ്രിയപ്പെട്ട സീതിയാജി, എല്ലാവരും പോയി. ഇപ്പം ഞാനൊന്ന്
പറയേണ്ട ആവശ്യമില്ല. കാരണം സീര്യാജി 1976 സീര്യാജി പേങ്ങാട് സ്കൂളിൻ്റെ മാനേജറായി വന്നു. അതിന് മുമ്പ് ഈ GCC KMCC അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ കൂട്ടായ്മയാണിത്. ഇപ്പം സാധാരണ നമ്മളവിടെയൊക്കെ ഈ ജിദ്ദയിൽ കുവൈത്തിലൊക്കെ വേറെ വേറെ കൂട്ടായ്മയാണ്. ഞാനിപ്പോൾ മൂത്രം വയ്ക്കാൻ പോകുമ്പോൾ ഒരു വാർത്ത കേട്ടു. അതായത് വാട്സപ്പിൽ വന്നാണ് എന്നാൽ KPJ അബ്ദുൽ കലാം മരിച്ചു എന്നുള്ളത്. അപ്പം ഈ വാട്സപ്പിൽ വന്നിട്ട് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പം വീട്ടിൽ ജുമൈനി ഇറങ്ങിയിട്ടില്ല, വെള്ളിയാഴ്ച. അപ്പോൾ എൻ്റെ മകൻ വിളിച്ചു, ഖത്തറിനാണ് വിളിച്ചത്. അപ്പോൾ എന്താ വിളിച്ചത്, അപ്പം എവിടെയാണ് വിളിച്ചു. ഞാനിവിടെ ഉണ്ട്. അത് ഞാനപ്പോൾ എന്ന് കയറുന്നുള്ളൂ. അപ്പോൾ ഈ നാട്ടിലുണ്ടായ സംഭവങ്ങൾ അതേപടി അപ്പോഴപ്പോഴും ആ വിവരങ്ങൾ അറിയുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതായാലും ഈ പിന്നെ KMCC പേങ്ങാട് പ്രദേശത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവിധ ആശംസകളും. പിന്നെ സീര്യാജിനെ പറ്റി പറയുകയാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 1976 പിന്നെ ചാക്കീരിയാണ് വിദ്യാഭ്യാസ മന്ത്രി. ചാക്കീരി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ചാക്കീരി ഈ പേങ്ങാട് പള്ളിയിൽ വന്നു. അന്ന് ഖബർസ്ഥാനിൻ്റെ അവിടെ നമ്മളെ ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകൽ പെരിങ്ങാവിൽക്കാണ്, അല്ലെങ്കിൽ ഉത്തുപാളത്തേക്ക്. അങ്ങനെ ചാക്കീരി ഈ ഒരു മഹല്ല് കമ്മിറ്റിക്ക്, ഒരു പള്ളി കമ്മിറ്റിക്ക് ഒരു ശ്മശാനം കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തിനാണ് ഈ പൊടിയായിട്ട് നിൽക്കണമെന്ന് വെച്ച് ചാക്കീരി ഒറ്റ ചോദ്യമാണ്. ഉടനെ ഓർഡർ ഇട്ടു. ചാക്കീരി തിരുവനന്തപുരത്ത് പോയി ഓർഡർ ഇട്ടു, സീരാജി കരയൊക്കെ. അങ്ങനെയാണ് പിന്നെ ആ ശ്മശാനം വന്നത്. അതൊരു പിന്നെ കക്കോ പള്ളി, പേങ്ങാട് പള്ളി എല്ലാം ഉണ്ടാക്കിയ സീരാജിയാണ്. ഞാൻ ഈ പള്ളിയൊക്കെ സംഭാവന കൊടുത്തിട്ടുണ്ട്. 1976 മുമ്പ് സീര്യാജിയും KC മുഹമ്മദ് മൗലവി അവർ കക്കോല് വരും, പിന്നെ പള്ളിക്ക് പിരിവ് നടത്തും, ഇങ്ങോട്ട് പോരും. ഇങ്ങനെ സീര്യാജി ഇവിടെ വരാനുണ്ടായ കാരണങ്ങളൊക്കെ ഞാനതിൽ കിടക്കുന്നില്ല. ഏതായാലും അങ്ങനെ ആ സീര്യാജി 1976 പിന്നെ 82 UP ആയി. 82 UP ആയപ്പം ഒരുപാട് കഥകൾ പറയാണ്ട്, ഞാനതൊന്നും ഓർമ്മ വെക്കുന്നില്ല. അപ്പം 10-60 വയസ്സായല്ലോ. അപ്പം അങ്ങനെ 82 UP ആയ കഥകളൊക്കെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ അസൈൻ മൗലവി, അസൈനാലാജി വളരെയധികം ത്യാഗം ചെയ്ത ആളാണ്. അദ്ദേഹത്തെ സ്മരിക്കേണ്ട കാര്യമുണ്ട്. സീര്യാജിനെ മരുവനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഏതായാലും 1982 UP ആയി. അങ്ങനെ UP ആയി വളരെ നല്ല നിലക്ക് സ്ഥാപനങ്ങളൊക്കെ വളർന്നു വലുതായി. നേരത്തെ പിന്നെ ആരെ പറഞ്ഞ് പിന്നെ വാട്സപ്പിൽ ഇന്ദു മേനോൻ വിക്രം മാസ്റ്റർ സേവമന്ദിര സ്കൂളിലെ പാട്ടധ്യാപകൻ വിക്രം മാസ്റ്റർ മകളാണ് ഇന്ദു. അവൾ എന്നെ കണ്ടാൽ വളരെ സന്തോഷമാണ്. അപ്പം ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വളരെയധികം പിന്നെ ഉന്നത പഠനത്തിലുള്ള ആളുകളുണ്ട്. സീര്യാജി ഒന്നും അറിയില്ല. സീര്യാജിൻ്റെ ഒരു കള്ളാസ് ഒപ്പിടാൻ ഒപ്പിട്ടു. ഇപ്പം സീര്യാജി മാനേജർക്ക് ആവശ്യമില്ല. മാനേജർമാർ ആർക്കും ആവശ്യമില്ലാത്തുള്ള കരുത്തിലാണ്. കാരണം മാനേജർമാർ ഒപ്പിടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് സീര്യാജി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഈ നാട്ടിന്. കർഷകൻ, നേരത്തെ അമ്മുവായി പറഞ്ഞ കർഷകനായിരുന്നു. ഉച്ചരെ പിന്നെ മൂരിൻ്റെ വൈത്ര വായു. സീര്യാജിൻ്റെ ഒരിക്കൽ നമ്മളെ സ്കൂളിൽ മാസ്റ്റർ ലീവ് എടുത്ത് 5 വരെ ലീവ് എടുത്ത് നാട്ടിൽ പോയതാണ്, ഗൾഫ് പോയി. അങ്ങനെ സീര്യാജിനെ കാണാൻ വന്നത്. സീര്യാജിൻ്റെ കൊളിമ കയറുന്നു, എന്നാൽ വെച്ചിട്ട് നുള്ളാൻ കയറുക. സീര്യാജി പ്രായത്തിലും വളരെ ചുറുചുറുക്കുള്ള പ്രവർത്തകനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ നീട്ടി പറയുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും അതുപോലെ നിർത്തുന്നു. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാനുമാണ്. ആദ്യമായി നമ്മുടെ കാരണവർ ബഹുമാനപ്പെട്ട സീര്യാജി അവർ നമ്മോട് മറുപടി പ്രസംഗത്തോടുകൂടി സംസാരിക്കുന്നതാണ്.
എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പറയിപ്പിക്കാൻ ഇപ്പം പറയാൻ കഴിയില്ല. ഇപ്പം സംസാരിക്കാനൊന്നും എനിക്ക് ആദ്യം തന്നെ വയ്യ. ബാപ്പുട്ടി വരൊക്കെ പറയാൻ ഈ അസമാസമൊക്കെ പറയാൻ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് മുമ്പൊക്കെ നന്നാക്കി ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു. പ്രസംഗമല്ല, ഞാൻ നല്ല വർത്തമാനം പറയരുത് ഞാൻ നാട്ടിനെ സംബന്ധിച്ചൊക്കെ. അതുകൊണ്ട് തന്നെയാണിപ്പോൾ പതിനെട്ടിച്ചാൽ എനിക്ക് സംസാരമൊന്നും പറയാനില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി എല്ലാവരും ദ്വാരക്കണം. ഈ മകൾക്ക് മരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണം എന്ന് അത് ഞാൻ പറയാനുള്ളത്. എനിക്കതേ പറയാനുള്ളൂ. ഇനി എനിക്ക് പറയാതൊന്നും പറയാനില്ല. ഞാൻ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊക്കെ പറഞ്ഞ് എന്താറും കേട്ടതാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്കെന്താ ഇപ്പോഴെന്തെന്ന് വെച്ചാൽ ഇപ്പം വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇതിനെ സംബന്ധിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല എനിക്ക് ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും പിന്നെ അള്ളാഹുത്താല തിരുപ്പതിപ്പെട്ട അമലാക്കിയിട്ട് തീർക്കണം. അതിന് അള്ളാഹുത്താല തിരുപ്പതിപ്പെടട്ടെ. നിങ്ങൾ ദയാർക്കണം, എല്ലാവരും അതിനു വേണ്ടി ദയാർക്കും വേണം. ഇതല്ലാത്ത വേറെ ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാനായിട്ട് വയ്യാനോ. അതാ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഈമാൻ കിട്ടി ഭരിക്കാൻ വേണ്ടി ദയാർക്കണം. നമുക്കെല്ലാവർക്കും ഈമാൻ കിട്ടി ദയാർക്കാൻ വേണ്ടി ദയാർക്കണം. പിന്നെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്പസമയം കൂടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക. കാരണം നമ്മുടെ മഹലിൽ നിന്ന് എത്രയോ ആളുകൾ മരിച്ച് നമ്മുടെ ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നപ്പോൾ എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന ദുആ തങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ ഇവിടെ നമ്മൾ വളരെയേറെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച KMCC ഇവർ നമ്മുടെ മതത്തിന് വേണ്ടി ദീനിൻ്റേതായിരിക്കുന്ന പുരോഗതിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും നല്ല ധീരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് കാഴ്ചവെക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മൾ ഹജ്ജിന് പോയാലും അവിടെ ചെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ മഹത്തായ സംഘടനയുടെ പുരോഗതിയും അതിൻ്റെ പ്രവർത്തനങ്ങളും. അവിടെ അറഫയിലും മിനയിലും മക്കയിലും മദീനയിലും എല്ലാം തന്നെ നമ്മുടെ KMCCയുടെ പ്രവർത്തകർ നമ്മെ സഹായിക്കാനും വേണ്ട ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ആ മയ്യത്ത് ഇവിടെ എത്തിക്കാനും, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഈ മഹലിൻ്റെ പുരോഗതിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തത്. ഇതെല്ലാം ചെയ്ത ഈ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് ഇനിയും നല്ല രൂപത്തിൽ ഈ സംഘടനയെ നയിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ ശരണത്തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട സീരിയാജി, എനിക്ക് അദ്ദേഹത്തിന് 72-73 കാലങ്ങളോടുകൂടി ഈ കാലം അത്രയും ഞാനുമായി ബന്ധപ്പെട്ടവരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വാക്കുകളൊന്നും അസ്ഥാനത്തല്ല. അതിനേക്കാൾ ഏറ്റവും വളരെയേറെ നന്നായി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനും നമുക്ക് നിങ്ങളെ കേൾപ്പിക്കാനുണ്ടായിരുന്നു. ഈ വിലപ്പെട്ട സമയം അതിന് പറ്റിയതല്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ മനുഷ്യന് ഇനിയും ദീർഘകാലം ഈ ദീനിൻ്റെ സേവനത്തിന് വേണ്ടിയുള്ള ദീർഘായുസ്സും മാഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിഷ്കളങ്ക മനസ്സോടുകൂടി ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. നമ്മൾക്കൊരു ഫാത്തിഹ ഓതി നമ്മുടെ ഈ പള്ളിയുടെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, അതേപോലെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. അടുത്തായി മരിച്ചുപോയവർ പലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം കബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും നമ്മിൽ നിന്നും മരിച്ചുപോയവരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗ്ഗത്തിൽ ലഭിച്ചു കൂട്ടുകയും മാറാകട്ടെ. ബഷീർ ഈ നഗറിൻ്റെ അല്ലേ അടുത്ത അങ്ങനെ ഈ നഗറിൻ്റെ പേര് തന്നെ ബഷീറിൻ്റെ പേരിലാണ് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നഗറിൽ സമ്മേളിച്ച ഈ ബർക്കത്ത് കൊണ്ട് ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. OP പോക്കുട്ടി എന്ന് പറയുന്ന വേറെ ഒരു മഹാനും മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ആർക്കെങ്കിലും വല്ല വിഷമങ്ങൾ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലുള്ള പ്രയാസങ്ങളെല്ലാം തീർത്ത് അവർക്കെല്ലാം സ്വർഗ്ഗത്തിൽ നിന്നുള്ളതായിരിക്കുന്ന
സുഖങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ ലഭിച്ചു കൊണ്ടുമാറാകട്ടെ. ഇനിയും ദീനിന് വേണ്ടി ദീർഘകാലം അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പ്രവർത്തിക്കാൻ തോന്നിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ KMCCൻ്റെ പ്രവർത്തകന്മാർ ഞാൻ നാട്ടിലായപ്പോൾ എന്നെ വിളിച്ച് പെട്ടെന്ന് വിവരങ്ങൾ അറിയിച്ചു. ഒരു ദ്വായെങ്കിലും നടത്തി നിങ്ങൾ പോരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ബന്ധം നിങ്ങൾ മറക്കാതെ കാത്തു സൂക്ഷിക്കുക. ഈ മഹലിൽ ഞാൻ 4-5 കൊല്ലം പ്രവർത്തിച്ചെങ്കിലും അതിന് ശേഷവും ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട സീരിയാജി പറഞ്ഞതുപോലെ നമ്മുടെയും എല്ലാവരുടെയും വിജയത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെയും വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹളറത്ത് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ യുവതി വെച്ച ഫാത്തിഹ സൂറത്തിൻ്റെയും ഇഖ്ലാസും ആവിധത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂലി സവാബുകൾ, അതിൻ്റെ മിസ്ര സവാബിനെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതേപോലെ മറ്റു കഴിഞ്ഞുപോയ എല്ലാ അംബിയാ മുർസലുകളുടെയും അവരുടെ എല്ലാവരുടെയും ബന്ധപ്പെട്ട താബീങ്ങളുടെയും താബീങ്ങളുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹമുർറാഹിമീനായ തമ്പുരാനെ, ദീൻ കൊണ്ട് സത്യവിശ്വാസത്തിൽ പിന്തുടർന്നുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ സാലിഹ്യങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ചും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഈ മക്ബറയിലും മറ്റു മക്ബറകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെയും അവരുടേതായ പേരിൻ്റെയും എല്ലാ കാര്യങ്ങളും നിനക്കറിയുന്നതാണ്. റഹമുർറാഹിമീനെ, അവർ ഖബറിലല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ അവരുടെ ഖബർ ശിക്ഷയിൽ നിന്ന് അവർക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതി വെച്ചതിൻ്റെ കൂലി സവാബുകൾ, അതിൻ്റെ മിസ്ര സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഇനി മരിക്കാനിരിക്കുന്ന ഞങ്ങളുടെയും ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും തീർത്ത് കൊടുക്കണേ അല്ലാഹ്. റഹമുർറാഹിമീനായ തമ്പുരാനെ, സുഖലോക സ്വർഗ്ഗത്തിൽ ഞങ്ങളെയും അവരെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصر الآيات من جميع الخيرات في الحياة وبعد الممات. اللهم اوصل وبلغ مثل ثواب ما قرأنا من القرآن العظيم وما صلينا وسلمناه. هذه هدية واصلة ورحمة نازلة بركة شاملة بعد القبول منا أولا وخصوصا إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة. اللهم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وآله وآل بيته وذرياته وأزواجه الطاهرات أمهات المؤمنين التابعين لهم بإحسان إلى يوم الدين. اللهم وإلى حضرات أرواح أصحابه البدريين والهديين والحديبيين والحنينيين والخندقيين والخيبريين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين. اللهم وإلى حضرات أرواح من لهم لديك مقام كريم من النبيين والصديقين
والشهداء والزهداء والصالحين لا سيما إلى حضرات أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وذرياتنا وسائر أمواتنا هذا خاصة وأموات المؤمنين عامة إنك على كل شيء قدير. اللهم اجعل ثواب ما قرأناه زيادة في فضلهم وشرفهم وكرامتهم وعيد علينا وعلى من لهم تعلق بنا من بركاتهم في الدارين. اللهم اجعل ثواب ما قرأناه فداء لنا ولهم من عذاب القبر ومن عذاب النار، واجعل بكاك لنا ولهم من عذاب القبر ومن عذاب النار. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة، ولا تجعل قبورنا وقبورهم مفرة من نفر النيران. اللهم آنس وحشتهم وآمن روتهم ونفس كربتهم ونفر مهلتهم وارفع درجتهم وتقبل حسناتهم وتجاوز عن سيئاتهم. اللهم اجمع بيننا وبينهم في دار السلام. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا وأهلنا مسلمين وألحقنا وإياهم بالصالحين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അടുത്തായി ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അവസാന ഇനമായ നന്ദി പ്രകടനത്തിന് വേണ്ടി ടി സമീർ എന്ന മുത്തു അവറുകളെ ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പേങ്ങാടിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള പൊതുചരിതം തീർത്തുകൊണ്ട് GCC KMCC വാട്സാപ്പ് ഗ്രൂപ്പ് ഇന്നും ഇന്നലെയുമായി മർഹൂം